ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലം. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല സുവർണ അവസരങ്ങൾ ഏത് കാര്യത്തിലും വന്നു ചേരുന്ന ഒരു മാസമാണ്. അതായത് രാശിയുടെ അധിപന്റെയും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും ഒക്കെ ധനസ്ഥാനമായ 2ാമിടത്ത് നിൽക്കുന്നു. വ്യാഴം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പൊതുവെ തൃപ്തികരമായ സമയമാണ്. ഏതെങ്കിലും തരത്തിൽ കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഉള്ള അനുബന്ധ രോഗങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും ആ രോഗങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ആരോഗ്യം മെച്ചപ്പെടുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുക. പലതരത്തിലും മാന അപമാനങ്ങളിലൊക്കെ പെട്ടവരാണ് എങ്കിൽ ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാനും സൽകീർത്തികൾ വന്നു ചേരുവാനും കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ്. കായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല ഒരു സഹകരണം ഉണ്ടാകുവാൻ യോഗമുണ്ട്. ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഉത്തമമായ രീതിയിൽ ഗൃഹം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ നല്ല യോഗമുണ്ട്. അതായത് വാഹനത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗൃഹത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യും. ശുക്രൻ രാജയോഗകാരകനാണ്. പല കാര്യങ്ങൾക്കും നന്മ തരും. ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ വളരെ അനുകൂലമാണ്. നല്ല വില കിട്ടുന്നതിനും വിൽപ്പന നടക്കുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനമാണ് വിവാഹം. അത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ആ ശുക്രൻ്റെയും ബുധൻ്റെയും ചൊവ്വയുടെയും ഒക്കെ സ്ഥിതി കൊണ്ട് സ്വന്തം നാട് വിട്ട് ആണെങ്കിലും നല്ല ഒരു ആലോചന വന്നു ചേർന്ന് വാക്കാകുവാനൊക്കെ ഈ മാസം യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യഭാവത്തിലേക്ക് പാവബന്ധങ്ങൾ ഇല്ലാത്ത ഒരു സമയമാണ്. പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്കും അവർക്ക് പുനർവിചിന്തനം ചെയ്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല സമയമാണ്. പിണക്കങ്ങളൊക്കെ മാറി ഒരുമിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ നല്ല യോഗമുള്ള തുടക്കം കുറിക്കുവാൻ പറ്റിയ സമയം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ച് പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും വളരെ അനുകൂലമാണ്. കൃഷിക്കാരായിരിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ഇരിക്കുന്നവർക്കും പൊതുവെ നന്നായിരിക്കുന്ന ഒരു സമയം. എങ്കിലും കാലാവസ്ഥ നിരീക്ഷകരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുക കൂടി വേണം. അധ്യാപകരായാലും മറ്റ് ഗവൺമെന്റ് ജീവനക്കാർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു സമയമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്. ജലരാശി അധിപനായിരിക്കുന്ന ചൊവ്വ 12ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ 12ാം ഭാവാധിപന്റെ സ്ഥിതി തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാലും തൊഴിൽ സ്ഥാനാധിപനായ ജലരാശി അധിപൻ ഉച്ചം ചെയ്ത് നിൽക്കുന്നതിനാലും വിദേശത്ത് പോയി സ്വന്തം നാട് വിട്ട്, അതെ എല്ലാവരും വിദേശത്ത് പോവുകയല്ലല്ലോ, സ്വന്തം നാട് വിട്ടൊക്കെ നിൽക്കുന്നവർക്ക് തൊഴിൽ പുരോഗതികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരുകയും ശമ്പള വർധനവ് വന്നു ചേരുകയും വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുവാനും ഒക്കെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് നല്ല യോഗമാണ് കാണുന്നത്. പൊതുവെ വ്യാപാര വിപണന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ്. എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് മുതൽ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർ വരെ, കൂടാതെ വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ആ ശുക്രന്റെ സ്ഥിതി കൊണ്ട് നല്ലതാണ്. മെക്കാനിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്നവരോ മറ്റ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും ട്രാൻസ്പോർട്ടിംഗ് കമ്പനികൾ നടത്തുന്ന വലിയ വലിയ ബിസിനസ്സുകാരായാലും ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പല രീതിയിലുണ്ട്. ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അവർക്കൊക്കെ വളരെ നല്ല ഒരു മാസമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേരും നക്ഷത്രവും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.